അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സ്ക്രിപ്റ്റ്സ് എന്താണെന്ന് പറഞ്ഞു, SRC എന്താണ്, അതൊക്കെ നമ്മൾ അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങളൊരു ലോഗിൻ പേജ് ഓപ്പൺ ചെയ്തു, നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ലോഗിൻ ബട്ടൺ നിങ്ങൾ എൻ്റർ ചെയ്തു. ഓക്കെ, ഒന്നുകിൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. ഇത് ബ്ലാങ്ക് ആയിട്ടാണ് നിങ്ങൾ വിട്ടിട്ട് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ നോട്ട് എൻറ്റേർഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പം നോട്ട് എൻറ്റേർഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ക്ലയൻറ്റ് സൈഡിൽ നിന്നും വരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും, ക്ലയൻറ്റ് ബ്രൗസറിൽ നിന്നും വരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. ഇൻ കേസ് ഇൻകറക്റ്റ് പാസ്വേഡ് അങ്ങനെയൊക്കെയുള്ള മെസ്സേജാണ് വരുന്നതെങ്കിൽ അത് സെർവർ സൈഡിൽ നിന്ന് വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെർവർ സൈഡിലാണ് ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡിലും സ്ക്രിപ്റ്റിംഗ് നടത്തുന്നത്, സെർവർ സൈഡിലും സ്ക്രിപ്റ്റിംഗ് നടത്തുന്നത്. അപ്പം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡിൽ ഒരു എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസറിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ HTML പേജ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ക്ലയൻറ്റിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഫോർ കോഡ് എന്ന് പറയുന്നത് വാലിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ബ്രൗസറിൽ തന്നെ ഉണ്ടാവുന്ന സ്ക്രിപ്റ്റിംഗ് കോഡാണ് എന്തെന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു സബ്മിറ്റ് അല്ലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെസ്സേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കാണിക്കും. അതേപോലെ എന്തെങ്കിലും വാലിഡേഷൻസ് എറർ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് അങ്ങനെ എന്തെങ്കിലും ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ അങ്ങനെയുള്ള കേസസിലെ എറേഴ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാ ബ്രൗസേഴ്സും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെയാണ്. രണ്ടാമത്തെ സ്ക്രിപ്റ്റിംഗിലാണ് എന്തെന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈനാമിക് വെബ് പേജസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റാറ്റിക് വെബ് പേജും ഉണ്ട്, ഡൈനാമിക് വെബ് പേജും ഉണ്ട്. അപ്പം ഡൈനാമിക് വെബ് പേജസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് യൂസ് ചെയ്യുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊരു നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ ഒരു നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക, ഫൈനൽ റിസൾട്ട് 12th. അപ്പം നിങ്ങൾ എന്താ ഓരോരുത്തർക്കും ഓരോ രജിസ്റ്റർ നമ്പർ ആയിരിക്കും അല്ലേ. ആ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണുന്നത്. അപ്പം ഡൈനാമിക്കലി അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തു, അത് വെബ് സെർവർ സോഫ്റ്റ്വെയറിലേക്ക് വരും. ഏതെങ്കിലും ഒരു PHPയോ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് സെർവറിൽ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെയാണ് എന്ത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉണ്ടാവുക. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അതിനകത്ത് വെബ് പേജസിൽ എന്താണ് കണ്ടെയ്നിങ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും. യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് അതിനകത്ത് ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നു, സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന്റെ റിസൾട്ടാണ് ക്ലയൻറ്റ് ബ്രൗസറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഡിഫറെന്റ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പേൾ, PHP, ASP, JSP. PHP എന്നൊക്കെ പറഞ്ഞാൽ പ്രീ പ്രോസസ്സർ ഹൈപ്പർ ടെക്സ്റ്റ്. പിന്നെ ASP ആക്റ്റീവ് സെർവർ പേജ്, ജാവ സെർവർ പേജ്, JSP. അങ്ങനെ ഡിഫറെന്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക, കമ്പാരിസൺ ആണ്. അപ്പം സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് സെർവറിൽ റിമൈൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ്. ഓക്കെ, ഇനി ക്ലയൻറ്റ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. മറ്റേത് എന്താണ് വെബ് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. വെബ് പേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഡേറ്റ ക്ലയൻറ്റ് സൈഡിലെ ഡേറ്റ വാലിഡേഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റാ ബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡേറ്റയെ വെബ് സെർവറിൽ നിന്നും റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസറിന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെർവറിന് ഒരിക്കലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഒരിക്കലും യൂസറിന് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദി ബ്രൗസർ
ബ്രൗസറിന്റെ വേർഷന് അതിന്റെ ടൈപ്പ് ഒക്കെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിനെ അഫക്ട് ചെയ്യും. പക്ഷെ ഫീച്ചേഴ്സ് ഓഫ് വെബ് ബ്രൗസർ ഡസ് നോട്ട് അഫക്ട്. വെബ് ബ്രൗസറിന്റെ ഫീച്ചേഴ്സ് ഒരിക്കലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിന്റെ വർക്കിങ്ങിനെ അഫക്ട് ചെയ്യില്ല. ഓക്കെ, ദീസ് ആർ ദ കമ്പാരിസൺ ഓഫ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇനി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. സ്ക്രിപ്റ്റിംഗ് പല പോപ്പുലർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഒന്നാമത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ജാവ സ്ക്രിപ്റ്റിന്റെ കാര്യമാണ്. ഓക്കെ, ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് നമ്മുടെ വെബ് പേജസ് ഇൻട്രാക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവ സ്ക്രിപ്റ്റ്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൾ ബ്രെൻഡൻ എച്ച് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ജാവ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ജാവ സ്ക്രിപ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ, നോട്ട് പാഡ്, അല്ലെങ്കിൽ ജീനി, ID എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, ID പോലുള്ള നോട്ട് പാഡ് പോലെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ജാവ സ്ക്രിപ്റ്റ് കോഡ് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്ക്രിപ്റ്റ് ടാഗുകൾക്കുള്ളിലാണ് എപ്പോഴും സ്ക്രിപ്റ്റ് കോഡ്സ് റൈറ്റ് ചെയ്യുന്നത്. ഇനിയും ഇറ്റ് ഈസ് എ പോപ്പുലർ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വെബ് ബ്രൗസേഴ്സിലും ഇത് വർക്ക് ചെയ്യുന്നതും ആണ്. ഒന്നുകിൽ നമുക്ക് ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ HTML കോഡിനുള്ളിൽ നമുക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ, സ്ക്രിപ്റ്റുകളെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ HTML കോഡിനുള്ളിൽ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ വേറൊരു എക്സ്റ്റേണൽ ഫയലായിട്ടും ക്രിയേറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ ഫയലായിട്ടാണ് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷനാണ് .js. ഓക്കെ, ജാവ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് .js എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനിയും ഇത് സിമ്പിൾ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആനിമേഷൻസ് ഒക്കെ വെബ് പേജിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ജാവ സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തേത് VB സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിഷ്വൽ ബേസിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ VB സ്ക്രിപ്റ്റിനെ നമുക്ക് ക്ലയന്റ് സൈഡ് ബ്രൗസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോസോഫ്റ്റ് IIS സെർവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും ഈ VB സ്ക്രിപ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലാത്ത വേറൊരു ബ്രൗസേഴ്സും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. VB സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ഡിസ്പ്ലേ ചെയ്യത്തും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉള്ളതാണ് എങ്കിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ IIS സെർവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തേതാണ് PHP, ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ് PHPക്ക് പറയുന്നത്. ഓക്കെ, PHP എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും നെറ്റിൽ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. HTML കോഡിനുള്ളിൽ ഈ PHP നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. PHP ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് PHP എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ഓക്കെ, ആ ടാഗിനുള്ളിലാണ് PHP കോഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് HTML പേജസിനുള്ളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ PHP ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളിടത്തൊക്കെ അവരെന്താണ് PHP കോഡാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നിങ്ങൾ എഞ്ചിനീയറിങ്ങോ എന്തെങ്കിലും IT റിലേറ്റഡ് കേസസിനാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും മനസ്സിലാക്കുക, PHP എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളാണ്. അത് നമ്മുടെ ജാവ സിയും ഒക്കെ ആയിട്ട് സിമിലർ ആയിട്ടുള്ള കോഡാണ് PHPക്കും ഉള്ളത്. PHP എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. PHP ഒറിജിനലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റാസ്മസ് ലെഡോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1994 അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി PHP സ്ക്രിപ്റ്റുകളാണ് നിങ്ങൾ റൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .php എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലായിരിക്കും അതിനെ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ .php എക്സ്റ്റൻഷനുള്ള ഏത് ഫയലും എന്താണ് PHP കോഡുള്ള ഫയൽസ് ആണ്. ഇനിയും നമ്മുടെ HTML കോഡിനുള്ളിൽ നമുക്കിതിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ യൂസറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് PHP പേജ് എന്ത് ചെയ്യുന്നു,
റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, വെബ് സെർവറിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം ക്ലയന്റ് ബ്രൗസറിന്റെ വിൻഡോയിലേക്ക് അതിനെ പ്രസന്റ് ചെയ്യുന്നു. അപ്പം എക്സിക്യൂഷൻ PHP കോഡായിരിക്കും വെബ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം HTML പേജ്, നമുക്ക് വേണ്ടതായ വെബ് പേജിനെ നമുക്ക് എവിടേക്ക് കാണാനായിട്ട് സാധിക്കും? ക്ലയന്റ് ബ്രൗസറിൽ കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ PHPക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ട്, ദാറ്റ് ഈസ് MySQL. MySQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. MySQL എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ് ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നാലാമത്തേത് ആക്റ്റീവ് സെർവർ പേജ്, ASP. ആക്റ്റീവ് സെർവർ പേജ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ്. അതും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനും റൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ASP. ഓക്കെ, ASPയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ASP എന്നായിരിക്കും. ഓക്കെ, .ASP എക്സ്റ്റൻഷനിൽ ഏതെങ്കിലും ഫയൽ കണ്ടാൽ ഓർക്കുക അത് ഏതാണ്? ASP എക്സ്റ്റൻഷനിലുള്ള ഫയൽസ് ആണ്. കോമൺലി ASP ഫയൽസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമായിരിക്കും. ASP ഫയൽസ് ആർ എക്സിക്യൂട്ടഡ് ഓൺലി ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനിയും ASP എന്ന് പറയുന്നത് പവർഫുൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. വെറൈറ്റി ഓഫ് ഡേറ്റാബേസസിനെ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അഞ്ചാമത്തേത് ജാവ സെർവർ പേജ്. ജാവ സെർവർ പേജ് JSP എന്ന് പറയുന്നതാണ് അഞ്ചാമത്തേത്. JSP ടെക്നോളജി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് കണ്ടന്റ്. ഡൈനാമിക് വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള, ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? JSP എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സൺ മൈക്രോ സിസ്റ്റംസ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. സൺ മൈക്രോ സിസ്റ്റംസ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ജാവ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ജാവ ഡെവലപ്പ് ചെയ്ത സൺ മൈക്രോ സിസ്റ്റത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? JSP എന്ന് പറയുന്നത്. JSPയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .JSP ആയിരിക്കും. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവയാണ്. ഇനി JSP റൺ ചെയ്യണമെങ്കിൽ അപ്പാച്ചെ ടോംകാറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സെർവർ ഉണ്ട്. അതാണ് ഇതിനകത്ത് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനിയും ഈ JSP കോഡിനുള്ളിൽ തന്നെ എന്തുണ്ട്? HTML ഉണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് HTML. അതുപോലെ തന്നെ ജാവ ഉണ്ട്. അത് വെബ് സെർവറിനുള്ളിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ടിംഗ് കോഡ് അതിന്റെ വെബ് പേജ് ആയിരിക്കും ബ്രൗസർ വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ JSP എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സൺ മൈക്രോസോഫ്റ്റ് സിസ്റ്റമാണ്, മൈക്രോ സിസ്റ്റംസ് ആണ്. 1999 This uses Java programming language. അതേപോലെ തന്നെ ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .JSP ആണ്. അപ്പോൾ ഓരോ ലാംഗ്വേജസും പഠിക്കുക എന്തൊക്കെയാണെന്ന്, അതിന്റെ ഫീച്ചേഴ്സും പഠിക്കുക. ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. ഇന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവില്ല. ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ കാണുക, കണ്ടതിന് ശേഷം നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ആരൊക്കെ തിരിച്ച് സബ്മിറ്റ്, അതുകൊണ്ട് തന്നെ ഞാനിത് അസൈൻമെന്റ് പോലെയാണ് നോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് കോപ്പി ചെയ്തതിന് ശേഷം അതിൽ തന്നെ എനിക്ക് തിരിച്ചയക്കുക. ഓക്കെ, അതാകുമ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾ ആരൊക്കെ ഇതിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇന്നിപ്പോൾ രാവിലെ 10 മണിയായില്ലേ, വൈകിട്ട് 6 മണി അല്ലെ 7 മണിക്കുള്ളിൽ തന്നെ എനിക്ക് നോട്ട്സ് തിരിച്ച് കിട്ടണം.